പ്രൈസ് ദി ലോർഡ്. കർത്താവിൻ്റെ പരിശുദ്ധമായ നാമത്തിന് നന്ദിയോടെ സ്തോത്രം. അനുഗ്രഹിക്കപ്പെട്ടതായ ഈ നല്ല സമയത്തിനായിട്ട് ദൈവത്തെ അത്യധികമായി സ്തുതിക്കുന്നു. KCNDST അഥവാ യേശു ക്രിസ്തുവിൻ്റെ പുതിയ നിയമരക്ഷയുടെ ഉപദേശം എന്ന ഈ വാട്സപ്പ് ഗ്രൂപ്പിലൂടെ നിത്യജീവ മൊഴികൾ എന്ന വിശുദ്ധ പരമ്പരയിൽ വീണ്ടും ഒരു പ്രാവശ്യം കൂടെ കർത്താവിൻ്റെ മാറ്റമില്ലാത്ത വചനവുമായിട്ട് കടന്നു വരുവാൻ സ്വർഗത്തിലെ ദൈവങ്ങളെ സഹായിച്ച കൃപകളെ ഓർത്ത് ദൈവത്തെ അത്യധികമായി സ്തുതിക്കുന്നു. കർത്താവ് എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഗ്രൂപ്പിൻ്റെ അഡ്മിന്മാരായിരിക്കുന്ന ബഹുമാന്യരായ കർത്താവിൻ്റെ വിലയേറിയ ദാസന്മാരെയും സംഘാടകരായിരിക്കുന്ന മറ്റു പ്രിയപ്പെട്ടവരെ എല്ലാവരെയും ദൈവം ധാരാളമായി അനുഗ്രഹിക്കട്ടെ. തിരുവചനം സംസാരിച്ചു കൊണ്ടിരിക്കുന്ന കർത്താവിൻ്റെ വിലയേറിയ ദാസന്മാരെയും ദൈവം അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് ആത്മാർത്ഥതയോടെ പ്രാർത്ഥിക്കുന്നു. കാലം അതിൻ്റെ അവസാന നാളുകളോട് അടുത്തുകൊണ്ടിരിക്കുന്നു എന്ന് വളരെ വ്യക്തമായിട്ട് നമുക്ക് അറിയുവാൻ കഴിയുന്ന ഒരു സംഭവമാണ് ഇന്ന് ലോകത്തിൽ സംഭവിച്ചു കൊണ്ടിരിക്കുന്നത് എല്ലാം തന്നെ എന്ന് നമുക്ക് വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കുവാൻ കഴിയുന്നു. അതുകൊണ്ട് നമ്മുടെ കർത്താവിൻ്റെ വരവ് നമ്മോട് സമീപമായിരിക്കുന്നു എന്ന് അറിഞ്ഞുകൊണ്ട് നാം നമ്മുടെ കർത്താവിനെ അറിയേണ്ടും പോലെ അറിഞ്ഞ് കർത്താവിൻ്റെ സന്നിധിയിൽ വിശ്വസ്തമായി നിൽക്കുവാൻ കഴിയുന്നുവെങ്കിൽ മാത്രമേ അവൻ്റെ വരവെങ്കിൽ അവൻ്റെ രാജ്യത്തിൽ നമുക്ക് പങ്കാളിത്തം വഹിക്കുവാനായിട്ട് കഴിയുകയുള്ളൂ എന്നാണ് നാം മനസ്സിലാക്കുന്നത്, ദൈവവചനത്തിലൂടെ പഠിക്കുന്നത്. അതുകൊണ്ട് നമ്മുടെ ഓരോരുത്തരുടെയും ആത്മീയ ജീവിതത്തിൻ്റെ ലക്ഷ്യമെന്ന് പറയുന്നത് കർത്താവിൻ്റെ വരവെങ്കിൽ അവനോടുകൂടെ എടുക്കപ്പെടുക, അവനോടുകൂടെ ചേർക്കപ്പെടുക എന്നുള്ളതായ ആ ലക്ഷ്യമാണ്. ആ ലക്ഷ്യം സാധ്യമായി തീരുവാനിടയാകണമെങ്കിൽ തിരുവചനം നമ്മോട് പറയപ്പെടുന്നതായ ആ നിർദ്ദേശങ്ങളും ആലോചനകളും കൽപ്പനകളും നാം പ്രമാണിച്ചുകൊണ്ട് നമ്മുടെ ദൈവത്തെ യഥാർത്ഥമായി അറിഞ്ഞ് അവനെ സേവിച്ചുകൊണ്ട് അവൻ്റെ സന്നിധിയിൽ വിശ്വസ്തമായി നിൽക്കുന്നുവെങ്കിൽ മാത്രമാണ് നമുക്ക് കർത്താവിൻ്റെ രാജ്യത്തിൽ എത്തിച്ചേരുവാൻ കഴിയുന്നത്. ദൈവം എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ. ഓരോരുത്തരും വളരെ പ്രാർത്ഥനയോടും സ്തോത്രം വിശ്വസ്തയോടും ദൈവസന്നിധിയിൽ നിൽക്കുക. അന്ത്യകാലമാണ്. വളരെ ഒരു പ്രതികൂലം നിറഞ്ഞതായ ഒരു സാഹചര്യത്തിലാണ് ആത്മീയ ലോകം മുൻപോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ആത്മീയ മണ്ഡലത്തെ തകർത്ത് കളയേണ്ടതിന് വേണ്ടി ശത്രുവാകുന്നവൻ അവൻ്റെ എല്ലാ കഴിവുകളും ദൈവനാമത്തിന് വിരോധമായി അവൻ പ്രയോഗിച്ചു കൊണ്ടിരിക്കുകയാണ്. സ്തോത്രം. വളരെയധികം ദുരുപദേശങ്ങളും ദുരാലോചനകളും ജനത്തിൻ്റെ ഇടയിൽ വിതയ്ക്കുകയും ജനം ബഹുഭൂരിപക്ഷം ആളുകളും സത്യത്തിൻ്റെ വഴികളെ തിരിച്ചറിയുവാൻ കഴിയാതെ അസത്യവാദികളായിരിക്കുന്ന ദുരുപദേഷ്ടാക്കന്മാരുടെ വ്യാജമായ ഉപദേശങ്ങളിൽ കുടുങ്ങി നഷ്ടപ്പെട്ടു പോകുന്ന അവസ്ഥയിലൂടെയാണ് ഇന്ന് ആത്മീയ മണ്ഡലം കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. എന്നാൽ നാം സേവിക്കുന്നവനായ നമ്മുടെ കർത്താവിനെ സംബന്ധിച്ച് നാം വ്യക്തമായിട്ട് മനസ്സിലാക്കി അവൻ നമുക്ക് നൽകുന്ന ആലോചനകളും നിർദ്ദേശങ്ങളും പാലിക്കപ്പെട്ടുകൊണ്ട് അവൻ്റെ സന്നിധിയിൽ വിശ്വസ്തമായി നിൽക്കുവാൻ നാം ഓരോരുത്തരും ശ്രമിക്കേണ്ടത് ആവശ്യമാണ്. അതിനായിട്ട് നാം ഒരുക്കമുള്ളവരായിരിക്കുക, വളരെ പ്രാർത്ഥനയുള്ളവരായിരിക്കുക, വളരെ വിശ്വാസത്തിലും വിശുദ്ധിയിലും നാം നിലനിൽക്കേണ്ടത് ആവശ്യമാണ്. ഇല്ലെങ്കിൽ സ്തോത്രം നമ്മുടെ ലക്ഷ്യം പൂർണ്ണതയിലെത്തിക്കുവാൻ കഴിയാതെ വണ്ണം നാം വഴിയിൽ വെച്ച് പരാജയപ്പെട്ടു പോകുവാൻ ഇടയാകും എന്നതിന് സംശയമില്ല. അത് വരാതിരിക്കേണ്ടതിന് വേണ്ടി ഓരോ ദൈവമക്കളും വളരെ സൂക്ഷ്മതയോടെ ക്രിസ്തീയ ജീവിതം നയിക്കണമെന്ന് കർത്താവിൻ്റെ നാമത്തിൽ ഓർമ്മപ്പെടുത്തുകയാണ്. ഇന്ന് വൈകിയ സമയത്ത് ഞാൻ നിങ്ങളോട് സംസാരിക്കുവാൻ താല്പര്യപ്പെടുന്ന ഒരു വിഷയം നമ്മുടെ രക്ഷിതാവായ ദൈവം എന്ന വിഷയമാണ്. സ്വതന്ത്രം കഴിഞ്ഞ നാളുകളിലൊക്കെ കർത്താവിൻ്റെ ദൈവത്വവും മനുഷ്യത്വവും എന്ന വിഷയം
സംസാരിച്ചു കൊണ്ടിരുന്നു. കഴിഞ്ഞ പ്രാവശ്യം യേശുക്രിസ്തുവിൻ്റെ മനുഷ്യത്വം എന്ന വിഷയമാണ് ഞാൻ തുടർമാനമായിട്ട് 24 എപ്പിസോഡുകളിലായി സംസാരിച്ചു കൊണ്ടിരുന്നത്. എന്നാൽ മറ്റൊരു വിഷയത്തിലേക്ക് പ്രവേശിക്കാം എന്ന് ആഗ്രഹിക്കുകയാണ്. നാം ഏകസത്യ ദൈവത്തെ വിശ്വസിക്കുന്നവരാണ്. ഏകസത്യ ദൈവത്തെക്കുറിച്ച് അറിയേണ്ട പോലെ അറിയുക എന്നുള്ളതും നമ്മുടെ ഓരോരുത്തരുടെയും കർത്തവ്യമാണ്. കർത്താവ് ഈ വൈകിയ സമയത്ത് അവരെയും ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് ആത്മാർത്ഥതയോടെ പ്രാർത്ഥിക്കുന്നു. സ്തോത്രം. നമ്മുടെ രക്ഷിതാവായ ദൈവം എന്ന വിഷയം സംസാരിക്കപ്പെടുവാൻ താല്പര്യപ്പെടുന്നു. എല്ലാവരും പ്രാർത്ഥനയോടെ ഈ വിഷയം ശ്രദ്ധിക്കണമെന്ന് കർത്താവിൻ്റെ നാമത്തിൽ ഓർമ്മപ്പെടുത്തുകയാണ്. തിമോത്തിയോസിൻ്റെ ഒന്നാമത്തെ ലേഖനം 1-ാം അധ്യായത്തിൻ്റെ 1-ഉം 2-ഉം വേദഭാഗങ്ങളാണ് പ്രാരംഭമായിട്ട് വായിക്കുവാനായിട്ട് താല്പര്യപ്പെടുന്നത്. അതിപ്രകാരമാണ്: നമ്മുടെ രക്ഷിതാവായ ദൈവത്തിൻ്റെയും നമ്മുടെ പ്രത്യാശയായ ക്രിസ്തുയേശുവിൻ്റെയും കൽപ്പന പ്രകാരം ക്രിസ്തുയേശുവിൻ്റെ അപ്പോസ്തലനായ പൗലോസ് വിശ്വാസത്തിൽ നിജപുത്രനായ തിമോത്തിയോസിന് എഴുതുന്നത്: പിതാവായ ദൈവത്തിൽ നിന്നും നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൽ നിന്നും നിനക്ക് കൃപയും സമാധാനവും ഉണ്ടാകട്ടെ എന്നവിടെ കർത്താവിൻ്റെ ദാസനായ വിശുദ്ധ പൗലോസ് അപ്പോസ്തലൻ രേഖപ്പെടുത്തിയിരിക്കുന്നതായിട്ടാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത്. ഇവിടെ നാം ചിന്തിക്കേണ്ടുന്ന ഒരു വിഷയം കർത്താവിൻ്റെ ദാസൻ ഓർമ്മപ്പെടുത്തുന്നത് നമ്മുടെ രക്ഷിതാവായ ദൈവത്തിൻ്റെയും നമ്മുടെ പ്രത്യാശയായ യേശു ക്രിസ്തുവിൻ്റെയും കൽപ്പന പ്രകാരം ക്രിസ്തുയേശുവിൻ്റെ അപ്പോസ്തലനായ പൗലോസ് വിശ്വാസത്തിൽ നിജപുത്രനായ തിമോത്തിയോസിന് എഴുതുന്നത് എന്നാണ് പ്രാരംഭത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. നമ്മുടെ രക്ഷിതാവ് ദൈവമാണെന്ന് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നു. നാം ഓരോരുത്തരും പ്രത്യാശ വെച്ചിരിക്കുന്നത് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ വരവിനെയാണ് നാം പ്രത്യാശയോടെ നോക്കി കാണുന്നത്. സ്തോത്രം. ഇത് നമുക്ക് പൂർണ്ണമായും അനുഭവമാക്കി എടുക്കണമെന്നുണ്ടെങ്കിൽ യേശു ക്രിസ്തുവിൻ്റെ കൽപ്പന പ്രകാരം ക്രിസ്തുയേശുവിനുള്ളതായ വിശ്വാസത്തിൽ നാം നിലനിൽക്കേണ്ടത് ആവശ്യമാണ് എന്ന് കർത്താവിൻ്റെ ദാസൻ ഓർമ്മപ്പെടുത്തുകയാണ്. പിന്നീട് അവിടെ പറഞ്ഞിരിക്കുന്നത്: പിതാവായ ദൈവത്തിൽ നിന്നും നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൽ നിന്നും നിനക്ക് കൃപയും കനിവും സമാധാനവും ഉണ്ടാകട്ടെ എന്ന് അവിടെ കർത്താവിൻ്റെ ദാസനെ ഓർമ്മപ്പെടുത്തുകയാണ്. അപ്പോൾ പിതാവായ ദൈവത്തിൽ നിന്നും നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൽ നിന്നും നിനക്ക് കൃപയും സമാധാനവും കനിവും ഉണ്ടാകട്ടെ എന്ന് പറയുമ്പോൾ സ്തോത്രം, അത് അവിടെ 2 വ്യക്തികളെ സൂചിപ്പിക്കുന്നതാണെന്ന് ചിലർ തെറ്റിദ്ധരിക്കുന്നുണ്ടായിരിക്കാം. എന്നാൽ അതങ്ങനെയല്ല. പിതാവായ ആ ഏക ദൈവമാണ് സ്തോത്രം നമ്മുടെ രക്ഷകനായിട്ട് അഥവാ കർത്താവായ യേശു ക്രിസ്തുവായി ലോകത്തിലേക്ക് വെളിപ്പെട്ടു വരുവാൻ ഇടയായി തീർന്നത്. അതുകൊണ്ട് അവനിൽ നിന്നുമാണ് നിനക്ക് കൃപയും കനിവും സമാധാനവും ഉണ്ടാകുവാൻ ഇടയായി തീർന്നത് എന്ന് തിമോത്തിയോസിനോട് കർത്താവിൻ്റെ ദാസൻ ഓർമ്മപ്പെടുത്തുകയാണ്. തീർച്ചയായിട്ടും ദൈവത്തിൽ ഒന്നിലധികം ആളുകൾ ഉണ്ട് എന്ന് സങ്കല്പിക്കുന്ന സങ്കല്പങ്ങളെല്ലാം വ്യാജമാണ്. അത് പൈശാചികമാണ്. അതൊരിക്കലും ദൈവവചനത്തിൻ്റെ വ്യവസ്ഥയ്ക്ക് ഒത്തവണ്ണമുള്ളതല്ല എന്നുള്ളത് മനസ്സിലാക്കേണ്ടതിന് വേണ്ടിയാണ് ഈ കാര്യം ഓർമ്മപ്പെടുത്തുവാനിടയായി തീർന്നത്. പ്രത്യേകിച്ച് ഇടയ ലേഖനങ്ങളിൽ യേശു ക്രിസ്തുവിനെ രക്ഷിതാവായി പറഞ്ഞിരിക്കുന്നത് നമുക്ക് കാണുവാൻ കഴിയുന്നു. എന്നാൽ അതിലധികമായി തൻ്റെ ദൈവത്വത്തോടുള്ള ബന്ധത്തിൽ രക്ഷിതാവ് എന്ന് പറഞ്ഞിട്ടുണ്ട് എന്ന് നമുക്ക് പഠിക്കുവാൻ കഴിയുന്നു. അപ്പോൾ യേശുവിനെ രക്ഷിതാവായി പറഞ്ഞിരിക്കുന്നതിനേക്കാൾ അവൻ ദൈവമാണെന്നും ദൈവത്തോടുള്ള ബന്ധത്തിൽ അവനെ രക്ഷിതാവ് എന്ന് പറഞ്ഞിട്ടുണ്ട് എന്ന് തിരുവചനം നമ്മെ പഠിപ്പിക്കുകയാണ്. യേശുവിനെ ഇടയലേഖനത്തിൽ 4 പ്രാവശ്യമാണ് രക്ഷകൻ എന്ന് പറഞ്ഞിരിക്കുന്നത്. എന്നാൽ ദൈവം എന്ന നിലയിൽ 6 പ്രാവശ്യം അവനെ രക്ഷകൻ എന്ന് വിളിച്ചിട്ടുണ്ട് എന്ന് കാണുവാൻ കഴിയുന്നു. അതുകൊണ്ട് തീർച്ചയായിട്ടും
ഒന്നിലധികം രക്ഷിതാക്കളുണ്ട് എന്ന് ആരും ചിന്തിക്കരുത്. കാരണം ഒരേ ഒരു രക്ഷകൻ മാത്രമേ ഉള്ളൂ എന്ന് ദൈവത്തിൻ്റെ വചനത്തിൻ്റെ ഉൽപ്പത്തി മുതൽ വെളിപ്പാട് വരെയുള്ളതായ വേദഭാഗങ്ങൾ നമ്മൾ പഠിക്കുമ്പോൾ നമുക്ക് വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കുവാൻ കഴിയുന്നു. സ്തോത്രം, ഒരേ ഒരു രക്ഷകൻ മാത്രമേ ഉള്ളൂ. ആ രക്ഷകനെ സംബന്ധിച്ച് സ്തോത്രം ചില ദൈവവചനങ്ങൾ ഓർമ്മപ്പെടുത്തുവാനായിട്ട് താല്പര്യപ്പെടുകയാണ്. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 45-ാം അധ്യായത്തിൻ്റെ 21, 22 വേദഭാഗങ്ങൾ വായിക്കുമ്പോൾ അവിടെ നമുക്ക് കാണുവാൻ കഴിയുന്നത് ഇങ്ങനെയാണ്: നിങ്ങൾ പ്രസ്താവിച്ച് കാണിച്ചു തരുവിൻ, അവർ കൂടി ആലോചിക്കട്ടെ. പുരാതനമേ ഇത് കേൾപ്പിക്കുകയും പണ്ട് തന്നെ ഇത് പ്രസ്താവിക്കുകയും ചെയ്തവൻ ആർ? യഹോവയായ ഞാനല്ലയോ? ഞാനല്ലാതെ വേറൊരു ദൈവമില്ല. ഞാനല്ലാതെ നീതിമാനായൊരു ദൈവവും രക്ഷിതാവുമില്ല എന്ന് അതിൻ്റെ 21-ാമത്തെ വാക്യഭാഗത്തിൽ നമ്മൾ വായിക്കുകയാണ്. അവിടെ പറഞ്ഞിരിക്കുന്നത്, നിങ്ങൾ പ്രസ്താവിച്ചു കാണിച്ചു തരുവിൻ, എല്ലാവരും കൂടി ഒന്ന് ആലോചിക്കട്ടെ. പുരാതനമേ, പണ്ടേ ഇത് കേൾപ്പിക്കുന്നവൻ ഞാനല്ലയോ? സ്തോത്രം, യഹോവയായ ഞാനല്ലാതെ വേറൊരു ദൈവവുമില്ല. ഞാനല്ലാതെ നീതിമാനായ ഒരു ദൈവവും രക്ഷിതാവുമില്ല എന്ന് യഹോവയായ ദൈവം പ്രവാചകനായ യെശയ്യാവിലൂടെ സംസാരിക്കുന്നതായിട്ടാണ് നമുക്കിവിടെ കാണുവാൻ കഴിയുന്നത്. പിന്നീട് അതിൻ്റെ 22-ാമത്തെ വാക്യഭാഗത്തിൽ വായിക്കുന്നത് ഇങ്ങനെയാണ്: സകല ഭൂസീമാവാസികളുമായുള്ളവരെ, എങ്കിലേക്ക് തിരിഞ്ഞ് രക്ഷപ്പെടുവിൻ, ഞാനല്ലാതെ വേറൊരു ദൈവവുമില്ലല്ലോ എന്നവിടെ കാണുവാൻ കഴിയുന്നു. അപ്പം സകല ഭൂവാസികളും ഭൂസീമാവാസികളും കർത്താവായ യേശുക്രിസ്തുവിങ്കലേക്ക് തിരിഞ്ഞ്, അഥവാ സർവശക്തനായ ദൈവത്തിങ്കലേക്ക് തിരിഞ്ഞ് രക്ഷപ്പെടണം. ആ സർവശക്തനായ ദൈവമല്ലാതെ വേറൊരു രക്ഷകൻ ഇല്ലല്ലോ എന്ന് പ്രവാചകനിലൂടെ കർത്താവ് സംസാരിക്കുന്നതായിട്ടാണ് നമുക്കവിടെ കാണുവാൻ കഴിയുന്നത്. സ്തോത്രം, അത് പുതിയ നിയമത്തിൽ നമ്മൾ വായിക്കുമ്പോൾ അപ്പോസ്തലപ്രവൃത്തി 4-ാം അധ്യായത്തിൻ്റെ 12-ാമത്തെ വാക്യഭാഗത്തിൽ നമ്മൾ ഇങ്ങനെ വായിക്കുന്നു: മറ്റൊരുത്തനിലും രക്ഷയില്ല, നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന് കീഴിൽ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട വേറൊരു നാമവുമില്ല എന്ന് അവിടെ കാണുവാൻ കഴിയുന്നു. അപ്പോൾ യഹോവയായ ഞാനാണ് ഏകരക്ഷകൻ, ഞാനല്ലാതെ ഒരു രക്ഷിതാവും ദൈവവും വേറെ ഇല്ല എന്ന് സ്തോത്രം സർവശക്തനായ ദൈവം തന്നെ പ്രവാചകനിലൂടെ സംസാരിക്കുന്നു. അതുകൊണ്ട് സകല ഭൂസീമാവാസികളും കർത്താവിങ്കലേക്ക് തിരിഞ്ഞ്, അഥവാ ദൈവത്തിങ്കലേക്ക് തിരിഞ്ഞ് രക്ഷപ്പെടുവിൻ, അവനല്ലാതെ വേറൊരു ദൈവമില്ല എന്ന് വളരെ വ്യക്തമായിട്ട് കർത്താവ് അവിടെ പ്രസ്താവിക്കുന്നതായിട്ടാണ് നമുക്ക് അവിടെ കാണുവാൻ കഴിയുന്നത്. എന്നാൽ പുതിയ നിയമത്തിൽ കർത്താവിൻ്റെ ദാസനായ വിശുദ്ധ പത്രോസ് അപ്പോസ്തലൻ പരിശുദ്ധാത്മാവിൻ്റെ നിറവിൽ സ്തോത്രം ആത്മനിറവോടെ സംസാരിക്കുന്ന ഒരു വിഷയമാണ്. അതിൻ്റെ സാഹചര്യങ്ങളെല്ലാം നമുക്കറിയാം. സുന്ദരമെന്ന ദൈവാലയ ഗോപുരത്തിങ്കിൽ അമ്മയുടെ ഗർഭം മുതൽ മുടന്തനായിരുന്നൊരു മനുഷ്യൻ ഭിക്ഷയാചിച്ചു കൊണ്ടിരുന്നതിനെയും ആ ഭിക്ഷാടനത്തിലിരുന്ന വ്യക്തിയെ അപ്പോസ്തലന്മാർ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ സൗഖ്യമാക്കുകയും ചെയ്ത വിഷയവും, അതിനോടനുബന്ധിച്ച് യഹൂദന്മാരും പുരോഹിതന്മാരും മറ്റുള്ളവരുമായി അപ്പോസ്തലന്മാരെ വളരെയധികം പീഡിപ്പിക്കുകയും അവരെ ക്വസ്റ്റ്യൻ ചെയ്യുകയും ചെയ്യുന്നതായ അവസ്ഥയുണ്ടായപ്പോൾ കർത്താവിൻ്റെ ദാസൻ ഓർമ്മപ്പെടുത്തിയൊരു വിഷയമാണ്: മറ്റൊരുത്തനിലും രക്ഷയില്ല, നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിൻ്റെ കീഴിൽ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട വേറെ ഒരു നാമവുമില്ല എന്ന് പറയുമ്പോൾ, നാം എന്ന് പറയുമ്പോൾ നമ്മൾ എല്ലാവരും എന്ന അർത്ഥത്തിലാണ് അത് പറഞ്ഞിരിക്കുന്നത്. അല്ലാതെ ഒരു വ്യക്തിക്കോ ഒരു വിഭാഗത്തിനോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു മതത്തിനോ ജാതിക്കോ സ്തോത്രം മാത്രമുള്ള രക്ഷയല്ല കർത്താവായ യേശു ക്രിസ്തു മുഖാന്തരം ലോകത്തിന് നൽകിയിരിക്കുന്നത്. സകല മാനവകുലത്തിനും രക്ഷപ്പെടുവാൻ ഒരേ ഒരു മാർഗം കർത്താവായ യേശു ക്രിസ്തു മാത്രമാണ് എന്ന് വളരെ വ്യക്തമായിട്ട് അപ്പോസ്തലൻ പരിശുദ്ധാത്മ നിറവോടെ സംസാരിക്കുന്നതായിട്ടാണ് നമുക്കവിടെ കാണുവാൻ കഴിയുന്നത്. പലരും
രക്ഷയ്ക്കായിട്ട് പല മാർഗങ്ങൾ തിരഞ്ഞെടുക്കുന്നത് നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. ഏതെല്ലാം മാർഗങ്ങൾ തിരഞ്ഞെടുത്ത് ഏതെല്ലാം കർമ്മങ്ങൾ ചെയ്താലും ഏതെല്ലാം നേർച്ച കാഴ്ചകൾ നടത്തിയാലും എവിടെയെല്ലാം തീർത്ഥാടനം നടത്തിയിരുന്നാലും എന്തെല്ലാം കോപ്രായങ്ങൾ ഈ ലോകത്തിൽ കാട്ടിക്കൂട്ടിയെന്ന് വന്നിരുന്നാലും അതൊന്നും രക്ഷയ്ക്ക് പര്യാപ്തമായി തീരുകയില്ല എന്ന് വളരെ വ്യക്തമായിട്ട് ദൈവവചനം പഠിപ്പിക്കുകയാണ്. രക്ഷയ്ക്ക് ഏക മാർഗം കർത്താവായ യേശു ക്രിസ്തുവിങ്കലുള്ളതായ വിശ്വാസമാണ്. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ മാത്രമാണ് രക്ഷ പ്രാപിക്കുവാൻ കഴിയുന്നത് എന്ന് വളരെ വ്യക്തമായിട്ടും കർത്താവിൻ്റെ വചനം നമ്മെ പഠിപ്പിക്കുകയാണ്. സ്തോത്രം. ഇവിടെ എഫേസ്യ ലേഖനം 2-ാം അധ്യായത്തിൻ്റെ 11-12 വാക്യഭാഗത്തിൽ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം, ആകയാൽ നിങ്ങൾ മുമ്പേ പ്രകൃതിയാൽ ജാതികളായിരുന്നു, ജഡത്തിൽ കയ്യാലുള്ള പരിച്ഛേദനയേറ്റ് പരിച്ഛേദനക്കാർ എന്ന് പേരുള്ളവരാൽ അഗ്രചർമ്മികൾ എന്ന് വിളിക്കപ്പെട്ടിരുന്നു. സ്തോത്രം. ഇവിടെ ജാതികളായിരിക്കുന്ന എഫെസോസിലുള്ളതായ വിശ്വാസികൾ കർത്താവായ യേശു ക്രിസ്തുവിനെ കർത്താവും ദൈവവുമായി വിശ്വാസത്താൽ അവരുടെ ഹൃദയങ്ങളിൽ അംഗീകരിക്കുന്നതിന് മുമ്പുള്ളതായ ഒരവസ്ഥ പൗലോസ് വിശദീകരിക്കുകയാണ്. നിങ്ങൾ മുമ്പേ പ്രകൃതിയാൽ തന്നെ ജാതികളായിരുന്നു. അങ്ങനെ നിങ്ങൾ ജാതികളായിരിക്കുമ്പോൾ ജഡത്തിൽ കയ്യാലുള്ള പരിച്ഛേദനയേറ്റ് പരിച്ഛേദനക്കാർ എന്ന് പേരുള്ളവരാൽ നിങ്ങൾ അഗ്രചർമ്മികൾ എന്ന് വിളിക്കപ്പെട്ടിരുന്നു. സ്തോത്രം. ഹൃദയത്തിൽ പരിച്ഛേദന ഉള്ളവരല്ല, ജഡത്തിൽ കയ്യാലുള്ള പരിച്ഛേദനയേറ്റ പരിച്ഛേദനക്കാർ എന്ന് പേരുള്ളവരാൽ അഗ്രചർമ്മികളെന്ന് ജാതികളായിരുന്ന ഇവരെ വിളിക്കപ്പെട്ടിരുന്നു എന്ന് കർത്താവിൻ്റെ ദാസൻ ഓർമ്മപ്പെടുത്തുകയായിരുന്നു. ആ കാലത്ത് നിങ്ങൾ ക്രിസ്തുവിനെ കൂടാതെയുള്ളവരും ഇസ്രായേൽ പൗരതയോട് സംബന്ധമില്ലാത്തവരും വാഗ്ദത്തത്തിൻ്റെ നിയമങ്ങൾക്ക് അന്യരും പ്രത്യാശയില്ലാത്തവരും ലോകത്തിൽ ദൈവമില്ലാത്തവരുമായിരുന്നു എന്ന് ഓർത്തുകൊള്ളുവീൻ എന്നാണ്. ലോകത്തിൽ ദൈവമില്ലാതെ ദൈവത്തെ അറിയാതെ സ്തോത്രം ജാതികളായി നടന്ന കാലഘട്ടത്തിൽ, ക്രിസ്തുവിനെ അറിയാതെ ഇരുന്ന കാലഘട്ടത്തിൽ സ്തോത്രം അവർ ഇസ്രായേൽ പൗരതയോട് യാതൊരു സംബന്ധവും ഇല്ലാത്തവരായിരുന്നു എഫെസോസിലെ വിശ്വാസികൾ. എന്നാൽ സ്തോത്രം അവർ വാഗ്ദത്തത്തിൻ്റെ നിയമങ്ങൾക്ക് അന്യരായിരുന്നു, പ്രത്യാശയില്ലാത്തവരായിരുന്നു, ലോകത്തിൽ ദൈവമില്ലാത്തവരായിരുന്നു എന്ന് ഓർത്തുകൊള്ളുക എന്ന് കർത്താവിൻ്റെ ദാസൻ ഓർമ്മപ്പെടുത്തുകയായിരുന്നു. അത്തരത്തിലുള്ളതായ ഒരു അനുഭവത്തിൽ ജീവിച്ചു വന്നവരാണ് എഫെസോസിലുള്ളതായ വിശ്വാസികൾ. യേശുവിനെ കർത്താവായി രക്ഷിതാവായി സ്വീകരിക്കുന്നതിന് മുമ്പ്, രക്ഷകനായി അംഗീകരിക്കുന്നതിന് മുമ്പുള്ള ഒരു കാലഘട്ടത്തിലെ അവസ്ഥയാണ് ഇവിടെ നമുക്ക് കാണുവാൻ കഴിയുന്നത്. അതിൻ്റെ 13-ാമത്തെ വാക്യഭാഗം വായിക്കുമ്പോൾ അവിടെ കർത്താവിൻ്റെ ദാസനെ ഓർമ്മപ്പെടുത്തിയിരിക്കുന്നത് മുൻപേ ദൂരസ്ഥരായിരുന്ന നിങ്ങൾ ഇപ്പോൾ ക്രിസ്തു യേശുവിൽ ക്രിസ്തുവിൻ്റെ രക്തത്താൽ സമീപസ്ഥരായി തീർന്നു. നിങ്ങൾ നേരത്തെ ദൂരസ്ഥരായിരുന്നു എന്ന് പറയുമ്പോൾ ഇസ്രായേൽ പൗരതയോടും ദൈവമക്കളോടും അഥവാ ദൈവികമാകുന്ന പ്രവർത്തനങ്ങളോടും ദൈവത്തോടും യാതൊരു വിധമാകുന്ന അടുപ്പവും ഇല്ലാത്തവരായി ദൂരസ്ഥരായിരുന്നു എന്നാണ് അവരെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത്. എന്നാൽ ഇപ്പോൾ ക്രിസ്തയേശുവിൽ ക്രിസ്തുവിൻ്റെ രക്തത്താൽ സമീപസ്ഥരായി തീർന്നു. കർത്താവായി യേശു ക്രിസ്തുവിൻ്റെ രക്തം നിമിത്തമായിട്ട് അഥവാ സ്തോത്രം യേശു ക്രിസ്തുവിൻ്റെ ജീവൻ മുഖാന്തരമായിട്ട് യേശു ക്രിസ്തുവിൻ്റെ ജീവൻ നമുക്ക് വേണ്ടി മറുവിലയായി നൽകി നമ്മെ പാപത്തിൻ്റെ വഴികളിൽ നിന്നും അഥവാ മരണത്തിൻ്റെ വഴിയിൽ നിന്നും വീണ്ടെടുത്തത് മുഖാന്തരമായി ഇപ്പോൾ നിങ്ങൾ ദൈവത്തിൻ്റെ മക്കളായി തീർന്നു, സമീപസ്ഥരായി തീർന്നു എന്ന് കർത്താവിൻ്റെ ദാസൻ ഓർമ്മപ്പെടുത്തുകയാണ്. നേരത്തെ നിങ്ങൾ ജാതികളായിരുന്നു, ദൂരസ്ഥരായിരുന്നു, അന്യരായിരുന്നു, പ്രത്യാശയില്ലാത്തവരായിരുന്നു, ലോകത്തിൽ ദൈവമില്ലാത്തവരായിരുന്നു. എന്നാൽ ഇപ്പോൾ കർത്താവായ യേശു ക്രിസ്തു മുഖാന്തരമായിട്ട് നിങ്ങൾ സമീപസ്ഥരായി തീർന്നിരിക്കുന്നു എന്ന് പറഞ്ഞാൽ
നിങ്ങളിപ്പോൾ ദൈവമക്കളായി തീർന്നിരിക്കുന്നു എന്നാണ് എഫെസോസിലുള്ളതായ വിശ്വാസികളോട് കർത്താവിൻ്റെ ദാസൻ ഓർമ്മപ്പെടുത്തുന്നതായിട്ട് നമുക്ക് കാണുവാൻ കഴിയുന്നത്. നമ്മുടെ ദൈവമക്കളെ, സ്തോത്രം, ഇവിടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ രക്തത്താലാണ് ഇവിടെ, സ്തോത്രം, എഫെസോസിലുള്ളതായ വിശ്വാസികൾ രക്ഷയുടെ സന്തോഷം അനുഭവിക്കുവാൻ ഇടയായി തീർന്നതെന്ന് വിശുദ്ധ പൗലോസ് പറയുമ്പോൾ, സ്തോത്രം, സർവശക്തനായ ദൈവം മാത്രമാണ് ഏക രക്ഷകൻ എന്ന് ആ പ്രവചന ഭാഗത്ത് നമ്മൾ പഠിക്കുകയും പിന്നീട് പുതിയ നിയമ ഭാഗങ്ങളിൽ പഠിക്കുമ്പോൾ, സ്തോത്രം, യേശുക്രിസ്തു അല്ലാതെ മറ്റൊരു രക്ഷകനില്ല എന്ന് പറയുമ്പോൾ, സ്തോത്രം, രണ്ട് രക്ഷകന്മാരില്ല, ഒരേ ഒരു രക്ഷകൻ തന്നെയാണ്, സ്തോത്രം, സകല ജനത്തെയും രക്ഷിക്കുവാൻ ലോകത്തിലേക്ക് വന്നിട്ടുള്ളത് എന്ന് ദൈവവചനം വളരെ വ്യക്തമായി പഠിപ്പിക്കുന്നു. അത് പഴയ നിയമത്തിൽ നാം കാണുന്ന യഹോവയായ ദൈവം തന്നെയാണ് പുതിയ നിയമത്തിൽ യേശു ക്രിസ്തു എന്ന് നമുക്ക് പഠിക്കുവാൻ കഴിയുന്നു. അതുകൊണ്ട് തെറ്റായ ധാരണകൾ പ്രചരിപ്പിക്കുന്നവരും തെറ്റായ ധാരണകളിലൂടെ കടന്നു പോകുന്നവരുമായ പ്രിയപ്പെട്ടവരോട് ഈ വൈകിയ സമയത്ത് എളിയവന് പറയുവാനുള്ളത്, സ്തോത്രം, നമ്മെ രക്ഷിക്കുവാൻ ലോകത്തിൽ കടന്നു വന്നിട്ടുള്ള ഒരേ ഒരു രക്ഷകൻ മാത്രമേ ഉള്ളൂ. ആ രക്ഷകൻ യേശു ക്രിസ്തുവാണ്. ആ രക്ഷിതാവാണ് പഴയ നിയമത്തിൽ യഹോവയായ ദൈവം എന്ന് വിളിക്കപ്പെട്ടിരിക്കുന്ന ആ ഏക സത്യദൈവം. ആ ദൈവം തന്നെയാണ് മനുഷ്യവേഷമെടുത്ത് ലോകത്തിലേക്ക് കടന്നു വരുവാനിടയായി തീർന്നു. തിമോഥെയോസിനോട് കർത്താവിൻ്റെ ദാസൻ പറയുന്നല്ലോ, അവൻ ജഡത്തിൽ വെളിപ്പെട്ടുവെന്ന്. അവൻ ആത്മാവിൽ നീതീകരിക്കപ്പെട്ടവനാണ് എന്ന് കർത്താവിൻ്റെ വചനത്തിലൂടെ കർത്താവിൻ്റെ ദാസനെ ഓർമ്മപ്പെടുത്തുകയാണ്. ആ മഹത്വത്തിൻ്റെ പ്രത്യാശയായ ക്രിസ്തു നമ്മിൽ വന്നതോടുകൂടെ നാം ഒരു ഭാഗ്യകരമാകുന്ന പ്രത്യാശയ്ക്ക് അവകാശികളായി തീർന്നു എന്നാണ് തിരുവചനം നമ്മെ പഠിപ്പിക്കുന്നത്. കർത്താവായ യേശു ക്രിസ്തു വിശ്വാസത്താൽ ജാതികളായിരിക്കും നമ്മുടെ ഹൃദയത്തിൽ കടന്നു വരുവാൻ ഇടയായി തീർന്നതുകൂടെ നാം ദൂരസ്ഥരായിരുന്നു, ദൈവമില്ലാത്തവരായിരുന്നു, പ്രത്യാശയില്ലാത്തവരായിരുന്നു, അന്യരായിരുന്നു, പരദേശികളായിരുന്നു. എന്നാൽ ഇപ്പോൾ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ രക്തത്താൽ സമീപസ്ഥരായി തീർന്നു. ആ മഹത്വത്തിൻ്റെ പ്രത്യാശയായ ക്രിസ്തു നമ്മിൽ വന്നതോടുകൂടെ നമുക്ക് ലഭിക്കപ്പെട്ടതായ വലിയ ഭാഗ്യകരമാകുന്ന പ്രത്യാശ വളരെ വിലയേറിയതാണ്. അതിന് ആ പ്രത്യാശയ്ക്ക് നാം ഓരോരുത്തരും അവകാശികളായി തീർന്നു എന്ന് തിരുവചനത്തിലൂടെ നമുക്ക് പഠിക്കുവാൻ കഴിയുകയാണ്. സ്തോത്രം. അതോടെ രക്ഷിക്കപ്പെട്ട ഓരോ ദൈവമക്കൾക്കും ഉണ്ടായതായ ഭാഗ്യകരമാകുന്ന അവസ്ഥ നമുക്കൊരിക്കലും വിസ്മരിക്കുവാൻ കഴിയുന്നതല്ല. വളരെ വിലയേറിയതായ അനുഭവമാണ് ദൈവം തൻ്റെ മക്കൾക്ക് നൽകുവാൻ ഇടയായി തീർന്നിട്ടുള്ളത് എന്ന് തിരുവചനം വളരെ വ്യക്തമായിട്ട് നമ്മെ പഠിപ്പിക്കുകയാണ്. സ്തോത്രം. അന്നത്തെ സ്ഥിതിയിൽ നിന്നും ഇന്ന് ഉള്ള സ്ഥിതി വളരെ വ്യത്യസ്തമാണ്. ദൈവത്തെ കൂടാതെ ഇരുന്ന സമയത്ത്, അല്ലെങ്കിൽ പ്രത്യാശയില്ലാതിരുന്ന സമയത്ത്, അന്യരും പരദേശികളുമായിരുന്ന സമയത്ത് നമുക്കുണ്ടായിരുന്ന അവസ്ഥയും ഇപ്പോഴുള്ളതായ അഭാഗ്യകരമായ അവസ്ഥയും തമ്മിൽ വളരെ വളരെ അന്തരമുണ്ട് എന്ന് ദൈവവചനം നമ്മെ പഠിപ്പിക്കുകയാണ്. തെസ്സലോനിക്കർക്ക് എഴുതിയ 1-ാമത്തെ ലേഖനം 5-ാം അധ്യായം അതിൻ്റെ 8-ാമത്തെ വാക്യഭാഗം വായിക്കുമ്പോൾ ഇവിടെ നമുക്ക് കാണുവാൻ കഴിയുന്നത്, നാം പകലിനുള്ളവരാകിയാൽ വിശ്വാസവും സ്നേഹവും എന്ന കവചവും ശിരസ്ത്രമായി രക്ഷയുടെ പ്രത്യാശയും ധരിച്ചുകൊണ്ട് സുബോധമായിരിക്കാം. ഇവിടെ പറഞ്ഞിരിക്കുന്നത് നാം ഇപ്പോൾ പകലിനുള്ളവരാണ്. നാം ഇരുട്ടിൽ കിടന്നവരാണ്. അന്ധകാരത്തിൽ കിടന്ന ജനം ഒരു അത്ഭുത പ്രകാശത്തിലേക്ക് വരുവാനിടയായി തീർന്നു നമ്മുടെ രക്ഷകന്റെ വരവോടുകൂടെ. സ്വതം. അങ്ങനെ നാം ഇപ്പോൾ പകലിനുള്ളവരാണ്, നേരത്തെ ഇരുളിൽ കിടന്നവരാണ്. അതുകൊണ്ട് വിശ്വാസവും സ്നേഹവും എന്ന കവചവും ശിരസ്ത്രമായി രക്ഷയുടെ പ്രത്യാശയും ധരിച്ചുകൊണ്ട്
സുബോധത്തോടെ ഇരിക്കുക എന്നാണ് കർത്താവിൻ്റെ ദാസൻ ഓർമ്മപ്പെടുത്തുന്നത്. എങ്ങനെ സുബോധത്തോടിരിപ്പാൻ കഴിയും എന്നതിനെ സംബന്ധിച്ച് നമ്മൾ പഠിക്കുമ്പോൾ അത് നമ്മൾ വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കിയിരിക്കേണ്ടത് ആവശ്യമാണ്. യോഹന്നാന്റെ സുവിശേഷം 16-ാം അധ്യായത്തിൻ്റെ 7-8 ഭാഗങ്ങൾ വായിക്കുമ്പോൾ നമ്മുടെ കർത്താവ് തൻ്റെ ശിഷ്യന്മാരോട് പറഞ്ഞതായ ഒരു കാര്യം ഓർമ്മപ്പെടുത്തുകയാണ്. സ്തോത്ര കർത്താവ് പറഞ്ഞത് ഇങ്ങനെയാണ്: എന്നാൽ ഞാൻ നിങ്ങളോട് സത്യം പറയുന്നു, ഞാൻ പോകുന്നത് നിങ്ങൾക്ക് പ്രയോജനം. ഞാൻ പോകാഞ്ഞാൽ കാര്യസ്ഥൻ നിങ്ങളുടെ അടുക്കൽ വരികയില്ല. ഞാൻ പോയാൽ അവനെ നിങ്ങളുടെ അടുക്കൽ അയക്കും. അപ്പോൾ കർത്താവ് തൻ്റെ ശിഷ്യന്മാരോട് പറയുന്നത്, ഞാൻ ഇവിടെ നിന്നും സ്വർഗത്തിലേക്ക് കയറി പോവുകയാണ്. ഞാൻ പോകുന്നത് നിങ്ങൾക്ക് വളരെ പ്രയോജനം ചെയ്യും. ശിഷ്യന്മാർക്ക് അറിയത്തില്ല എന്താണ് കർത്താവ് പറഞ്ഞു വരുന്നതെന്നും ശിഷ്യന്മാർക്ക് വേണ്ട വിധത്തിൽ അറിയുവാൻ കഴിഞ്ഞില്ല. എങ്കിലും കർത്താവ് പറഞ്ഞു, ഞാൻ പോകാഞ്ഞാൽ കാര്യസ്ഥൻ നിങ്ങളുടെ അടുക്കൽ വരികയില്ല. അതുകൊണ്ട് ഞാൻ സ്വർഗത്തിലേക്ക് കയറി പോവുകയാണ്. ഞാൻ പോയാൽ അവനെ, അഥവാ കാര്യസ്ഥനെ അല്ലെങ്കിൽ പരിശുദ്ധാത്മാവിനെ നിങ്ങളുടെ അടുക്കൽ അയക്കും. അവൻ വന്ന് പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും ലോകത്തിന് ബോധം വരുത്തും എന്ന് കർത്താവ് പറഞ്ഞു. അപ്പോൾ പരിശുദ്ധാത്മാവ് വന്നാൽ മാത്രമേ ലോകത്തിന് പാപം എന്താണ്, നീതി എന്താണ്, ന്യായവിധി എന്താണെന്ന് തിരിച്ചറിയുവാൻ കഴിയുകയുള്ളൂ. അത് അറിയണമെങ്കിൽ പരിശുദ്ധാത്മാവ് വന്നേ മതിയാവും. പരിശുദ്ധാത്മാവ് ഇവിടെ വരണമെന്നുണ്ടെങ്കിൽ കർത്താവായ യേശു ക്രിസ്തു ഇവിടെ നിന്നും സ്വർഗത്തിലേക്ക് കയറിപ്പോയെങ്കിലേ മതിയാവുകയുള്ളൂ. കാരണം ആത്മാവായി ഇവിടെ വരേണ്ടുന്നവൻ ഇപ്പോൾ ജഡത്തിൽ ഇവിടെ നിൽക്കുകയാണ്. അപ്പോൾ ഇവിടെ നിന്നും അവൻ സ്വർഗത്തിലേക്ക് കയറിപ്പോയി സ്തോത്രം ജഡത്തിൻ്റെ പ്രവൃത്തികൾ തൽക്കാലം അവസാനിപ്പിച്ചിട്ട് ആത്മാവായിട്ട് അവന് ലോകത്തിലേക്ക് വരണം. അവൻ ആത്മാവായി ലോകത്തിലേക്ക് വരുമ്പോൾ അവൻ്റെ പരിശുദ്ധാത്മാവ്, അവൻ്റെ ആത്മാവ് ലോകത്തിൽ വന്നിട്ട് പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും ലോകത്തിന് ബോധം വരുത്തും എന്ന് കർത്താവ് പറയുവാനിടയായിത്തീർന്നു. അപ്പോൾ ഇവിടെ നേരത്തെ വിശുദ്ധ പൗലോസ് അപ്പോസ്തലൻ ഓർമ്മപ്പെടുത്തിയത് നിങ്ങൾ സുബോധമുള്ളവരായിരിക്കുക എന്നാണ്. ഈ സുബോധം ഒരുവൻ ഉണ്ടാകണമെങ്കിൽ ദൈവാത്മാവിൻ്റെ ആ പ്രവർത്തനം അവനിൽ ഉണ്ടായിരിക്കണം. സ്തോത്രം. ഇന്ന് ലോകം മുഴുവനും ക്രിസ്തീയ മാർഗത്തിലുള്ളവർ എന്ന് പറയപ്പെടുന്നവർ വളരെ പൈശാചികമായിട്ടുള്ള പ്രവർത്തനങ്ങളാണ് കൂടുതലും ചെയ്തുകൊണ്ടിരിക്കുന്നത്. സ്തോത്രം. യാതൊരു സുബോധവുമില്ലാതെ ദൈവിക പ്രവർത്തനം എന്താണെന്ന് തിരിച്ചറിയുവാൻ കഴിയാതെ അബോധാവസ്ഥയിൽ എന്തൊക്കെ കോപ്രായങ്ങളാണ് ഇന്ന് ലോകത്തിൽ കാട്ടിക്കൂട്ടിക്കൊണ്ടിരിക്കുന്നത്. അത് മുഖാന്തരമായിട്ട് ദൈവനാമം വളരെയധികം ദുഷിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നതായിട്ട് നമുക്ക് കാണുവാൻ കഴിയുന്നു. സ്തോത്രം. ദൈവനാമത്തിന് മഹത്വം. വളരെ കർത്താവിൻ്റെ നാമത്തെ ദുഷിക്കുന്ന ഒരനുഭവത്തിലൂടെ കടന്നു പോകുന്നു. ഇതെല്ലാം പിശാചിൻ്റെ തന്ത്രങ്ങളാണ് എന്ന് വളരെ വ്യക്തമായിട്ട് നമ്മൾ തിരിച്ചറിയേണ്ടതും ആവശ്യമാണ്. പിശാചിൻ്റെ തന്ത്രങ്ങൾ ദൈവനാമത്തെ ദുഷിപ്പിക്കുക, ആത്മാക്കൾ രക്ഷിക്കപ്പെടാതിരിക്കുന്നതിന് വേണ്ടി എന്തെല്ലാം പ്രയോഗങ്ങൾ ചെയ്യാമോ അതൊക്കെയും ചെയ്യുക. രക്ഷിക്കപ്പെട്ടവരായി ദൈവസന്നിധിയിൽ നിൽക്കുന്നവരാരെങ്കിലും ഉണ്ടെങ്കിൽ കഴിയുമെങ്കിൽ അവരെയും തെറ്റിക്കുവാനുള്ളതായ തന്ത്രങ്ങൾ മെനയുക എന്നുള്ളതാണ് ശത്രുവിൻ്റെ ലക്ഷ്യം. അത് വളരെ വ്യക്തമായിട്ട് നാം മനസ്സിലാക്കി കാര്യാദികൾ ബുദ്ധിയോടെ കൈകാര്യം ചെയ്യുവാൻ ഇടയായിത്തീരണമെങ്കിൽ സുബോധത്തിൻ്റെ ആത്മാവ് നമ്മിൽ കടന്നു വരേണ്ടത് ആവശ്യമാണ്. സുബോധത്തിൻ്റെ ആത്മാവ് ഒരു വ്യക്തിയിൽ കടന്നു വരുവാൻ ദൈവം വച്ചിരിക്കുന്ന വ്യവസ്ഥ എന്താണെന്ന് ചോദിച്ചാൽ അപ്പോസ്തല പ്രവൃത്തി 2-ാം അധ്യായത്തിൻ്റെ 38-ാമത്തെ വാക്യഭാഗം വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും.
അവിടെ വിശുദ്ധ പത്രോസ് അപ്പോസ്തലൻ പരിശുദ്ധാത്മ നിറവോടെ സ്തോത്രം സംസാരിക്കുന്ന ഭാഗമാണ് നമുക്കവിടെ കാണുവാൻ കഴിയുന്നത്. സഭയ്ക്ക് സ്തോത്രം ആദ്യമായി ഒരു ഉപദേശം കൊടുക്കുകയാണ്. അതിന് അടിസ്ഥാന ഉപദേശം എന്ന് നമ്മൾ വിശേഷിപ്പിക്കുന്നു. അടിസ്ഥാന ഉപദേശം എങ്ങനെയാണ്? പത്രോസ് അവരോട്, നിങ്ങൾ മാനസാന്തരപ്പെട്ട് നിങ്ങളുടെ പാപങ്ങളുടെ മോചനത്തിനായി ഓരോരുത്തൻ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നാനമേൽപ്പീൻ, എന്നാൽ പരിശുദ്ധാത്മാവെന്ന ദാനം ലഭിക്കും. അപ്പോൾ സുബോധത്തോടെ ഇരിക്കണമെങ്കിൽ പരിശുദ്ധാത്മാവ് വേണം. പരിശുദ്ധാത്മാവെന്ന ദാനം ഒരുവന് ലഭിക്കണം. പരിശുദ്ധാത്മാവ് ദാനമായി ലഭിക്കപ്പെടുന്നതാണ്, സൗജന്യമായി ദൈവം കൊടുക്കുന്നതാണ്. ഈ പരിശുദ്ധാത്മാവ് സൗജന്യമായി ഒരുവന് ലഭിക്കണമെങ്കിൽ എന്ത് വേണമെന്നാണ് ദൈവവചനത്തിൻ്റെ നിർദ്ദേശം അതിൻ്റെ ആരംഭ ഭാഗത്തിൽ പറയുന്നത്. നിങ്ങൾ മാനസാന്തരപ്പെടണം. മാനസാന്തരം എന്ന് പറയുമ്പോൾ വെറും ഒരു ചടങ്ങായി മാത്രം ചെയ്യുന്ന കാര്യമല്ല. മാനസാന്തരം വേഷം മാറുന്നത് കൊണ്ടോ മീശ പഠിക്കുന്നത് കൊണ്ടോ സ്തോത്രം കാതിലെയും കഴുത്തിലെയും ഒക്കെ ഊരുന്നത് കൊണ്ടൊന്നും മാനസാന്തരമാകത്തില്ല. സ്തോത്രം ഹൃദയത്തിന് മാറ്റമുണ്ടാക്കണം. വിശ്വാസത്താൽ കർത്താവിനെ ഹൃദയത്തിൽ സ്വീകരിച്ചുകൊണ്ട് നമ്മുടെ പാപ മനുഷ്യൻ പൂർണ്ണമായിട്ടും മരിക്കണം. നീതിമാനായ കർത്താവ് നമ്മുടെ ഹൃദയത്തിൽ ജനിക്കണം. അപ്പോൾ മാത്രമാണ് നമുക്ക് മാനസാന്തരമുണ്ടായി എന്ന് പറയുവാൻ കഴിയുന്നുള്ളൂ. സ്തോത്രം. അപ്പോൾ നമ്മുടെ പാപ സ്വഭാവങ്ങളും പാപ രീതികളെല്ലാം കർത്താവായ യേശുക്രിസ്തു മുഖാന്തരമായിട്ട് നമ്മിൽ നിന്നും പൂർണ്ണമായിട്ടും മരിക്കപ്പെടുകയും നീതിമാനായ കർത്താവ് നമ്മുടെ ഹൃദയത്തിൽ ജനിക്കപ്പെടുകയും ചെയ്യുമ്പോഴാണ് ഒരു മാനസാന്തരി എന്ന് പറയുവാൻ കഴിയുന്നത്. അങ്ങനെയുള്ളതായ അവസ്ഥ ഒരുവന് പ്രാപിച്ചു കഴിയുമ്പോൾ അവൻ സ്തോത്രം അവൻ്റെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ മരണത്തിൽ പങ്കാളികളായി തീരുന്ന സ്നാനത്താൽ അവനോടുകൂടെ കുഴിച്ചിടപ്പെടണം. അവനോടുകൂടെ ജലത്തിൽ സ്നാനമേറ്റ് അവനോടുകൂടെ കുഴിച്ചിടപ്പെടുന്ന ആ ശുദ്ധീകരണത്തിനായിട്ട് അവനെ കുഴിച്ചിട്ട ശേഷം അവൻ പിതാവിൻ്റെ മഹിമയാൽ കർത്താവ് ജീവിച്ചെഴുന്നേറ്റതുപോലെ ജീവന്റെ പുതുക്കത്തിൽ നടക്കേണ്ടതിന് അവൻ വെള്ളത്തിൻ്റെ ആഴങ്ങളിൽ നിന്ന് ഉയർന്നു വരുന്ന ഒരു സ്വഭാവത്തെയാണ് അവിടെ സ്നാനം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. സ്തോത്രം. അല്ലാതെ സ്നാനം വെറും ഒരു ശരീരത്തിൻ്റെ ജഡത്തിൻ്റെ അഴുക്ക് കളയുന്നതിന് വേണ്ടിയുള്ള ഒരു കർമ്മമായിട്ടല്ല കാണുന്നത്. ഇത് കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ മരണത്തോടും അടക്കത്തോടും ഉയർപ്പിനോട് ഏകീഭവിക്കുന്ന ഒരു വിശുദ്ധ അവസ്ഥയാണ്, ഒരു സ്വഭാവമാണ് ഈ സ്നാനത്തിലൂടെ ഉദ്ദേശിക്കുന്നത്. അത് പ്രാപിക്കാതെ ആരും രക്ഷിക്കപ്പെട്ടു എന്ന് പറയുന്നത് കൊണ്ടോ പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചു എന്നൊക്കെ പറയുന്നത് കൊണ്ടൊന്നും അർത്ഥമൊന്നുമില്ല. സ്തോത്രം. അത് ദൈവവചനത്തിൻ്റെ വ്യവസ്ഥ പ്രകാരം ചെയ്യേണ്ടത് കാര്യങ്ങൾ നമ്മൾ ചെയ്യുമ്പോൾ മാത്രമാണ് ആ അനുഭവം ഓരോ വ്യക്തിയിലും ഉണ്ടാകുവാൻ സാധ്യതയുള്ളത്. എന്നാൽ സ്തോത്രം ഒരു പക്ഷേ രക്ഷിക്കപ്പെടാതെ തന്നെ ചുമ്മാ ധാന്യഭാഷയൊക്കെ പറഞ്ഞുകൊണ്ട് ബഹളം ഉണ്ടാക്കി സഭയ്ക്കുള്ളിൽ ഞാനും പരിശുദ്ധാത്മ നിറവിലാണെന്ന് പറഞ്ഞുകൊണ്ട് ഭാവിക്കാവുന്നതേ ഉള്ളൂ. അതങ്ങനെ ചെയ്യുന്നവരാണ് ഇന്ന് ഏതാണ്ട് 95% ആളുകളെയും ക്രിസ്തുമാർഗത്തിലൂടെ നമുക്ക് കാണുവാൻ കഴിയുന്നത്. സ്തോത്രം ഈ ആത്മീയ മണ്ഡലത്തിൽ നമുക്ക് കാണുവാൻ കഴിയുന്നു. അതൊന്നും ദൈവരാജ്യത്തിന് യോഗ്യരല്ല, ദൈവരാജ്യത്തിൽ ചെന്ന് ചേരുകയുമില്ല. ദൈവരാജ്യത്തിൽ ചെന്ന് ചേരുവാൻ ദൈവം വച്ചിരിക്കുന്ന വ്യവസ്ഥകൾ പൂർണ്ണമായും അംഗീകരിക്കുന്നവരും അനുസരിക്കുന്നവരുമായിരിക്കണം ഒരു ദൈവ പൈതൽ എന്നാണ് ദൈവവചനത്തിലൂടെ കാണുവാൻ കഴിയുന്നത്. സ്തോത്രം. പത്രോസിന്റെ 1-ാമത്തെ ലേഖനം 3-ാം അധ്യായത്തിന്റെ 15-ാമത്തെ വാക്യഭാഗത്തിൽ നമുക്ക് കാണുവാൻ കഴിയുന്നത്, നിങ്ങളിലുള്ള പ്രത്യാശയെക്കുറിച്ച് ന്യായം ചോദിക്കുന്ന ഏവനോടും സൗമ്യതയും ഭയഭക്തിയും പൂണ്ട് പ്രതിവാദം പറവാൻ എപ്പോഴും ഒരുങ്ങിയിരിപ്പീൻ എന്ന് അവിടെ കാണുവാൻ കഴിയുന്നു. പ്രതികൂലം നിറഞ്ഞതായ ഒരു ലോകത്തിലാണ് നാം ജീവിക്കുന്നത്. എപ്പോഴും ആത്മീയ കാര്യങ്ങളെ ചോദ്യം ചെയ്യുന്ന ഒരു വിഭാഗം ആളുകളാണ് ലോകത്തിലുള്ളത്. സ്തോത്രം. അത്തരക്കാരായ ആളുകൾ ശണ്ടയിടുവാനും ചോദ്യോത്തരങ്ങൾ നടത്തുവാനും ഏത് പ്രതികൂലങ്ങളെയും കൊണ്ടുവരുവാനായിട്ട് ശ്രമിച്ചു എന്ന് വരാം. പക്ഷേ
അതിനെയൊക്കെ അതിജീവിക്കുവാൻ കഴിയണമെങ്കിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മിൽ ഉണ്ടായിരിക്കണം. ആ പരിശുദ്ധാത്മാവ് നമ്മിലുണ്ടെങ്കിൽ സ്വതന്ത്രം ഏവനോടും സൗമ്യതയോടും ഭയഭക്തിയും കൊണ്ട് പ്രതിവാദം പറവാൻ നമുക്ക് കഴിയും. അത് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനാൽ മാത്രമാണ് അത് സാധ്യമാകുന്നത് എന്ന് ദൈവത്തിൻ്റെ വചനം നമ്മെ പഠിപ്പിക്കുകയാണ്. സ്തോത്രം. അതിൻ്റെ 16-ാമത്തെ വാക്യഭാഗത്തിൽ വായിക്കുന്നത്, ക്രിസ്തുവിൽ നിങ്ങൾക്കുള്ള നല്ല നടപ്പിനെ ദുഷിക്കുന്നവർ നിങ്ങളെ പഴിച്ചു പറയുന്നതിൽ ലജ്ജിക്കേണ്ടതിന് നല്ല മനസ്സാക്ഷി ഉള്ളവരായിരിപ്പിൻ എന്നാണ്. സ്തോത്രം. കർത്താവായ യേശുക്രിസ്തുവിലുള്ള നമ്മുടെ അഥവാ ഒരു വിശ്വാസിയുടെ നല്ല നടപ്പിനെ ലോകം ദുഷിക്കുമ്പോൾ അല്ലെങ്കിൽ പഴിച്ചു പറയുമ്പോൾ അവർ ലജ്ജിച്ചു പോകുവാനിടയായിത്തീരണമെങ്കിൽ നാം ദൈവം മുൻപാകെ നല്ല മനസ്സാക്ഷിയുള്ളവരായി ദൈവവചനത്തിൻ്റെ വ്യവസ്ഥകളെ അംഗീകരിക്കുന്നവരായി കാണപ്പെടേണ്ടത് ആവശ്യമാണ് എന്ന് തിരുവചനം നമ്മെ പഠിപ്പിക്കുകയാണ്. സദൃശ്യവാക്യങ്ങൾ അതിൻ്റെ 14-ാം അധ്യായത്തിന് 32-ാമത്തെ വാക്യഭാഗത്തിൽ ഇങ്ങനെ രേഖപ്പെടുത്തിയിരിക്കുന്നു, ദുഷ്ടന് തൻ്റെ ദുഷ്ടതയാൽ വീഴ്ച വരുന്നു, നീതിമാനോ മരണത്തിലും പ്രത്യാശയുണ്ട് എന്ന് നമുക്കവിടെ കാണുവാൻ കഴിയുന്നു. അപ്പോൾ ദുഷ്ടന് ദുഷ്ടതയാണ് എപ്പോഴും ഉള്ളത്, പക്ഷെ അത് അവൻ്റെ വീഴ്ചയ്ക്ക് കാരണമായി തീരുന്നു. നീതിമാനോ അഭയത്തോടും ഭക്തിയോടും വിറയലോടും സൗമ്യതയോടും സുബോധത്തോടും അരുമനാഥനായ കർത്താവിൻ്റെ വചനത്തിൻ്റെ വ്യവസ്ഥയോടെ അവനെ സേവിക്കുവാനിടയായി തീർന്നാൽ അവൻ്റെ മരണത്തിലും അവന് പ്രത്യാശയുണ്ട് എന്നാണ് ദൈവവചനത്തിലൂടെ കാണുവാൻ കഴിയുന്നത്. നമ്മുടെ ദൈവവും രക്ഷിതാവുമായ കർത്താവ് വരുവാൻ സമയമായിരിക്കുന്നു. കാലം ഇനി ഏറെയില്ല എന്നുള്ളത് ലോക സംഭവങ്ങൾ വളരെ വ്യക്തമായിട്ട് നമ്മോട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് ഓരോ ദിവസവും. അതുകൊണ്ട് നമ്മുടെ കർത്താവ് വരുവാൻ അടുത്തിരിക്കുന്നു എന്ന് ഓർത്തുകൊണ്ട് നമ്മുടെ ക്രിസ്തീയ ജീവിതം വളരെ ഭയത്തോടും വിറയലോടും കഴിക്കേണ്ടത് ആവശ്യമാണ്. ദൈവവചനത്തിൻ്റെ വ്യവസ്ഥകൾ നാം അംഗീകരിച്ച് അനുസരിച്ച് അവൻ്റെ വചനപ്രകാരം ജീവിക്കേണ്ടത് ആവശ്യമാണ്. അങ്ങനെയാണെങ്കിൽ നമ്മുടെ കർത്താവിൻ്റെ വരവെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ആ രക്ഷയുടെ പൂർണ്ണത അനുഭവിക്കുവാനായിട്ട് കഴിയും. ഒരേ ഒരു രക്ഷകൻ മാത്രമേ നമുക്കുള്ളൂ, അത് സർവശക്തനായ ദൈവമാണ്. ആ ദൈവമാണ് സ്തോത്രം മാനവകുലത്തെ രക്ഷിക്കുന്നതിന് വേണ്ടി സ്തോത്രം മനുഷ്യവേഷമെടുത്ത് ഭൂതലത്തിലേക്ക് വന്ന യേശു ക്രിസ്തു. മറ്റൊരുത്തനിലും രക്ഷയില്ല. നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിൻ്റെ കീഴിൽ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട വേറെ ഒരു നാമവുമില്ല. ആ നാമത്തിൽ വിശ്വസിച്ച് സ്നാനമേറ്റ പരിശുദ്ധാത്മ യോഗത്തോടെ കർത്താവിൻ്റെ നാമമഹത്വത്തിനായി ജീവിക്കുക. നമ്മുടെ പ്രിയൻ വരുവാൻ സമയമായിരിക്കുന്നു. കർത്താവ് എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ ചുരുങ്ങിയ പ്രഭാഷണം ഇവിടെ അവസാനിപ്പിക്കുന്നു. ദൈവം എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ. ആരും നശിച്ചു പോകരുതെന്ന് ദൈവം ആഗ്രഹിക്കുന്നു. അടിയങ്ങളും അങ്ങനെ തന്നെ ആഗ്രഹിക്കുകയാണ്. JCNDST എന്ന ഈ ഗ്രൂപ്പിലൂടെ തിരുവചനം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരും കർത്താവിൻ്റെ രാജ്യത്തിൽ പങ്കാളിത്തം വഹിക്കുവാൻ ഒരുക്കിക്കൊള്ളുക. കർത്താവ് വരാറായി. ദൈവം എവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ഇന്ന് ഈ സമയത്ത് അല്പസമയം തിരുവചനം സംസാരിക്കുവാൻ ഇടയന അവസരം ഒരുക്കി തന്ന് ഇതിൻ്റെ സംഘാടകരായിരിക്കുന്ന പ്രിയപ്പെട്ട കർത്താവിൻ്റെ ദാസന്മാർക്ക് കർത്താവിൻ്റെ നാമത്തിലുള്ള എൻ്റെ സ്നേഹവും നന്ദി അറിയിക്കുന്നു. സ്വതന്ത്രം വചനം കേൾക്കുന്ന എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ഇത്രത്തോളം സമയം തിരുവചനവുമായിട്ട് നിൽക്കുവാൻ സ്വർഗത്തിലെ ദൈവയുടെ ഭാഗ്യം നൽകിയതുകൊണ്ട് ദൈവത്തെ അത്യധികമായി സ്തുതിക്കുകയും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്തോത്രം കർത്താവിനെ വളരെ ഭയഭക്തിയോടെ ആദരിക്കുകയും ബഹുമാനിക്കുകയും കർത്താവിന് സകലവിധമാകുന്ന മാനവും മഹത്വവും കരയറ്റിക്കൊണ്ട് ഞാൻ വാക്കുകൾ നിർത്തുന്നു. ദൈവം എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ. നമുക്ക് നമ്മുടെ കണ്ണുകളെ അടയ്ക്കാൻ ഒരു വാക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ ഞങ്ങളുടെ ദൈവമേ, സ്വർഗീയ കർത്താവേ, അനുഗ്രഹിക്കപ്പെട്ടതായ നല്ല സമയത്തിനായിട്ട് നിന്നെ സ്തുതിക്കുന്നു. ചില നിമിഷങ്ങൾ തിരുവചനവുമായിട്ട് നിൽക്കുവാൻ നീ അടിയന് കൃപ നൽകിയല്ലോ. സ്തോത്രം കർത്താവേ. ഏകരക്ഷകൻ സർവശക്തനായ ദൈവമാണെന്നും ആ ദൈവം കർത്താവായ യേശു ക്രിസ്തുവാണെന്നും വെളിപ്പെടുത്തുവാൻ സ്വർഗത്തിലെ ദൈവയുടെ ഭാഗ്യം നൽകിയത് കൊണ്ട് സ്തോത്രം. കർത്താവെ, കേൾവിക്കാരെ അനുഗ്രഹിക്കണം. എല്ലാവർക്കും അത് അനുഗ്രഹമായി തിരുവൻ സഹായിക്കണം. ഏഴെയും ബലപ്പെടുത്തിക്കൊണ്ട് സ്തോത്രം. സകല മഹത്വം ചെയ്യട്ടെ. ഗ്രൂപ്പിനെ അനുഗ്രഹിക്കണം. സകല മഹത്വം ചെയ്യട്ടെ യേശു ക്രിസ്തുവിൻ്റെ തന്നെയുള്ള നാമത്തിൽ തന്നെ. ആമേൻ. സ്തോത്രം സ്തോത്രം സ്തോത്രം.